ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി കൽത്തപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തിയിട്ടാണ് കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ ചോറും ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 അച്ച് ശർക്കര അച്ചാണ് നല്ലപോലെ തിളപ്പിച്ച് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ അരിയും ചോറും അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് കുറുകിയ രൂപത്തിലായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ ചൂടോടെ തിളപ്പിച്ച ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുകയാണ്. ചൂടാറാനൊന്നും നിൽക്കരുത്, അതുപോലെ തന്നെ നേരെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ അരി അരിച്ചെടുക്കുന്ന സമയത്ത് 2-3 ഏലക്കായും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടതാണ്, സോറി. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ അപ്പസോഡയും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതാ ഒരു കുക്കർ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ച് കൊടുത്തിരിക്കണം. ഇതിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാവ് അധികം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ കുറച്ചേ ഇടണുള്ളൂ, കാരണം മക്കൾസിൻ്റെ വീട്ടിലൊന്നും ഇതൊന്നും ഇടാൻ ഇഷ്ടമുണ്ടാവില്ല, കാരണം അവരൊക്കെ ഇത് പെറുക്കി ഒഴിവാക്കാവും. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ച് അതും ഇതിൻ്റെ മുകളിലും അടിയിലൊക്കെ ഇട്ട് കൊടുക്കുക. അവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടെടുക്കണില്ല, കുറച്ച് നാളികേരക്കൊത്ത് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അങ്ങനെ ഇതാ കുക്കർ അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് അതിൽ കൂടുതലായ അടി കരിഞ്ഞു പിടിക്കും. വിസിൽ ഉരിച്ചതിൻ്റെ ശേഷമാണ് ഞാനിത് വേവിച്ചെടുത്ത്. പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്ക് വെള്ളം തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ കടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞ് കഴിക്കാൻ.